ഹായ്, ഐ എം ഫൈസൽ കല്യാട്ടുപറമ്പ ഫ്രം ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് സാറേ, അല്ലെങ്കിൽ എനിക്ക് കേട്ടാൽ ശരിക്കും മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് അങ്ങോട്ട് തിരിച്ച് പറയാൻ കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണോ? എനിക്ക് അറിയാത്തത് കൊണ്ടാണോ? ശരിക്കും എനിക്ക് എല്ലാ വാക്കുകളൊക്കെ അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷ് LKG മുതൽ പഠിച്ച ഒരാൾ ഡിഗ്രി കഴിയുമ്പോഴേക്ക് 17 വർഷം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? യഥാർത്ഥത്തിൽ നമ്മൾ അക്കാഡമിക് സിലബസ് പോലെ അക്കാഡമിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിനെ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റായി പഠിക്കേണ്ടതല്ല, ഇതൊരു സ്കില്ലാണ്. ഒരു സ്കില്ല് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അത് പ്രവർത്തിച്ചു കൊണ്ടാണ് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന സംഗതി ആദ്യം സംസാരിക്കുകയും പിന്നെ വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം ചെയ്തു തുടങ്ങിയത് ആദ്യം അക്ഷരമാല പഠിക്കുകയും അത് പിന്നെ എഴുതി പഠിക്കുകയും പിന്നെ വായിച്ച് പഠിക്കുകയും അതിനുശേഷം കേൾക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്, അല്ലേ? ആദ്യം നമ്മൾ പഠിച്ചത് ആൽഫബറ്റാണ്, അതിനുശേഷം നമ്മൾ എഴുതാൻ പഠിച്ചു. എലഫൻറ്റ്, കാറ്റ്, റാറ്റ് എന്നൊക്കെ എഴുതി അതിൻ്റെ കൂടെ വായിക്കാൻ പഠിച്ചു. പിന്നെയാണ് നമ്മൾ കുറച്ചൊന്ന് ഫ്ലോയിൽ വായിക്കാൻ പഠിച്ചത്. പിന്നെയാണ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേൾക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഈ കാര്യത്തിൽ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് സബ്ജക്റ്റ് ഒരു അക്കാഡമിക് സബ്ജക്റ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയും പിന്നെ അത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സ്കില്ലാണ്. ഡ്രൈവിങ് പോലെ, സൈക്ലിങ് പോലെ, നീന്തൽ പഠിക്കുന്നത് പോലെ. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു 10 സ്റ്റെപ്പ് 20 സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്പുകൾ, നീന്താനുള്ള സ്റ്റെപ്പുകൾ പഠിച്ച് വെച്ച് മനഃപ്പാടമാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ എന്ത് സംഭവിക്കും? അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ വായിൽ, തൊണ്ടയിൽ, നാവിൽ വാക്കുകൾ കുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈ ഒരു പ്രശ്നമാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അത് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചു. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ, ഇത് ING ആണോ, ഇത് വേർബ് 3 ആണോ എന്നൊരു ചിന്തയാണ് നമുക്ക് വരാം. ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം ഗ്രാമർ ഒരുപാട് പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളർന്നു പോയി എന്നുള്ളതാണ്. വളർന്നു പോകുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ അവർ കോൺഷ്യസേ അല്ല, അവർ നമ്മൾ ആരെയും ശ്രദ്ധിക്കാതെയാണ് അവർ സംസാരിക്കുന്നത്, ആരെയും കൂസാതെ അങ്ങ് സംസാരിക്കുക. പക്ഷെ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ആരെങ്കിലും കണ്ടാലോ മോശമല്ലേ, അത് തെറ്റ് വരുത്തിയാൽ, ഞാൻ ഇത്രയും വലിയൊരാൾ ഇംഗ്ലീഷ് മോശമായി പറയുന്നു എന്നുള്ള പറഞ്ഞു തെറ്റിച്ചാൽ അത് മോശമല്ലേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരും നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, വെൻ ഐ വാസ് സ്റ്റഡിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഐ യൂസ് ടു സ്പീക്ക് ടു എനിബഡി ഹു ഐ മീറ്റ്. ഞാൻ ആരെ കണ്ടാലും അവരോട് ഇംഗ്ലീഷ് എന്നോട് പറയുമെന്ന് തോന്നുന്നവരോടൊക്കെ ഇംഗ്ലീഷ് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്, അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ, അങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുന്നവർ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. ഇൻ ഷോർട്ട്, ദ ഷോർട്ടസ്റ്റ് വേ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഏറ്റവും ചെറിയ കുറുക്കുവഴി ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയും ആളുകളെ കിട്ടിയില്ല, എനിക്ക് സംസാരിക്കാൻ ആളുകളില്ല എന്നൊക്കെ. നല്ല ഫ്രണ്ട്സിനെ ഏറ്റെടുക്കുക, ഫ്രണ്ട്സുമായിട്ട് കൂട്ടുചേർന്നിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിച്ചു, ഇതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്കില്ലാണ് എന്നതുകൊണ്ട് തന്നെ പറഞ്ഞ് ശീലിക്കുക. പരമാവധി മുറിയൻ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും പറയുക എന്നുള്ളതാണ്. അറിയുക എന്നുള്ളതല്ല പ്രധാനം, പറയുക എന്നുള്ളതാണ്. ഇത് ലാംഗ്വേജിൻ്റെ പ്രത്യേകത. അറിയുക എന്നുള്ളതല്ല, പറയുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗ്രാമറിനെ മറന്നേക്കുക. ഗ്രാമർ മറന്നിട്ട് നമ്മൾ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറേയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു വല്ലാത്ത ദുരഭിമാനം ഉണ്ടാകും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളത്. നമ്മൾ മലയാളികളെ പറ്റി പറയാറുണ്ട്, നമ്മൾ ആകെ 3 സ്റ്റേജിലൂടെയാണ് മലയാളികൾ കടന്നു പോകുന്നത്. ജനിക്കുക എന്നുള്ളൊരു സ്റ്റേജ്, രണ്ടാമത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് തോന്നുക എന്നുള്ളതൊരു സ്റ്റേജ്, പിന്നെ മരിക്കുക എന്നുള്ള ആ 3 സ്റ്റേജിലൂടെയാണ് മലയാളികൾ കടന്നു പോകുക എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ലോകാവസാനം വരെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാനുള്ള ഒരൊറ്റ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് സ്കില്ലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗ്രാമറിനെ പറ്റി വേവലാതിപ്പെടാതെ, നമ്മൾ തെറ്റുവരുത്തുമെന്ന് പേടിക്കാതെ, നമ്മൾ എപ്പോഴാണോ വളരെ കുറച്ച് മതി, നമ്മൾ വളരെ സിമ്പിളായിട്ട് തുടങ്ങുക. അറിയുന്ന കാര്യങ്ങൾ പറയാം. ഫ്രം നോൺ ടു അൺനോൺ, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് ആയതിലേക്ക് എല്ലാം നമ്മൾ പറയാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ് നമുക്കുണ്ടാവുക. ഒന്ന് നമ്മുടെ ഫിസിക്കൽ തടസ്സം, അതായത് ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് അല്ലേ. അത് നമ്മൾ പറഞ്ഞ് പരിചയമില്ലാത്ത ഭാഷയായതുകൊണ്ട് തന്നെ നമ്മുടെ നാവിലത് വഴങ്ങില്ല. അപ്പോൾ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കുറേ സെൻറ്റൻസുകൾ, അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെയുള്ള, ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനൊക്കെ ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചു വെച്ച കുറേ ക്വസ്റ്റ്യനുകൾ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ഏതെങ്കിലും ഓഡിയോയിൽ നിന്നൊക്കെ എടുക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ അങ്ങ് പറഞ്ഞ് നമ്മുടെ നാവിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ മൈൻഡാണ്. മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു തടസ്സങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് സ്കില്ലാണ് എന്നുള്ള ബോധം നമുക്കില്ലാതെ, ഗ്രാമറിനെ പറ്റി വല്ലാതെ വേവലാതിപ്പെട്ടുകൊണ്ട്, നമ്മൾ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചത്. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരുപാട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തുടങ്ങി കോംപ്ലക്സ് ആയതിലേക്ക് പറഞ്ഞ് കയറാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ പറ്റും. വേറൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.